ചോദിക്കുന്നതിന്റെ ജെന്യൂനിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് തോന്നുന്നു. അങ്ങനെ അറിഞ്ഞാ ചോദിച്ചതാണ് കേട്ടോ. അല്ലാണ്ട് ഇന്റർവ്യൂ ആയോണ്ട് ചാരുവായി ചെയ്ത കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു കുട്ടിയാണ്. അതിലും ചാരുവും പ്രൈമറിലി നോക്കുന്നത് ആകെ എവിടെയെങ്കിലും ബിലോങ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ നീ കണ്ടപ്പോ കറക്റ്റ് ആട്ടോ, നമ്മുടെ ക്യാമ്പിലുള്ള കറക്റ്റ് പിള്ളേരെ പോലെ തന്നെ ഈ കറക്റ്റ് ഈ കോൺസ്റ്റബിൾ ആയിട്ടുള്ള പിള്ളേരെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര അപ്പൊ ഇനി ഭയങ്കര പോലീസുകാർ തന്നെ ഓക്കെ ഇത് നമ്മളിങ്ങനെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതെ അതെ അപ്രൂവ്ഡ്. അല്ല ഞാൻ ജനറലി എൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു അപ്രോച്ച് ഇപ്പൊ ക്യാരക്ടർ റോൾ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ദിവസമുള്ള സീനാണെങ്കിലും ചെയ്യുമ്പോൾ അത് ജെന്യൂൻ ആയിട്ട് എന്താണെങ്കിലും അത് പ്രോപ്പറായിട്ട് വ്യക്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ അറ്റൻഷൻ സ്പാൻ ഒക്കെ കുറവാണ് ആക്ച്വലി. അപ്പൊ അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആക്റ്റീവ്ലി കുറച്ച് ശ്രമിക്കും, അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ രണ്ടുപേരുള്ള ഒരു സീൻ. അപ്പൊ ഞങ്ങൾ റിഹേഴ്സൽ നോക്കുമ്പോൾ കുട്ടിയായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാനിങ്ങനെ ചിരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ എന്താ നടക്കുന്നതെന്നുള്ള രീതിയിൽ നോക്കിയിരുന്നു. ഞാൻ പെട്ടെന്ന് ചിരിച്ചു. എനിക്ക് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചിരിക്കും. അപ്പൊ കുട്ടിയുടെ ചിരിക്കലടാന്ന് പറഞ്ഞിട്ട് എസ്പെഷ്യലി ഇന്നസെന്റ് അങ്കിളും ലളിത ആന്റി എന്നൊക്കെ പറയുന്നത് ശ്രീനിവാസൻ സാർ മാസ്റ്റർ ക്ലാസ്സസ് ആണ് ഓൺ എവറിഥിങ്. സാറിന്റെ കരിയറിന്റെ ഏറ്റവും പീക്കില് പുള്ളി അത് വേണ്ട, എന്റെ കൂടെ നിന്നവരുടെ കൂടെ ഞാൻ നിൽക്കാം ഇനി മുതൽ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സുഖമാണ് സിനിമയുടെ മെയിൻ കാസ്റ്റ് ആണ് ഇന്ന് കൂടെ ഉള്ളത്. ദേവിക ആൻഡ് മാത്യു, വെൽക്കം. താങ്ക് യു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ട് മടുത്തിട്ടുണ്ടെന്നറിയാം, എന്നാലും സുഖല്ലേ? സുഖമാണ്. ഈ ചോദ്യം സിനിമയില് ട്രെയിലറിൽ പറയുന്നത് അങ്ങനെയാണല്ലോ, കുറെ നാളെ ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടൊന്നും. ഇപ്പൊ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ ഓരോരുത്തര് ചോദിക്കുന്ന ഓരോ രീതിയിലാട്ടോ. പടത്തിന്റെ ടൈറ്റിൽ അതായോണ്ടും എന്നാ പോലും അവരവരുടെ രീതിയിൽ അത് മാറുന്നുണ്ട്. പല വേർഷൻസ് ഓഫ് സുഖമാണോ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ജെന്യുവൻ ആയിട്ട് അതിനൊരു ആൻസർ പറയാനായിട്ട് പറ്റുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ഈ സുഖമാണോ എന്നുള്ള ചോദ്യത്തിന് അതിന്റെ ഫെർദർ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാനായിട്ട് സുഖമാണെന്ന് ഒറ്റ വാക്കിൽ നിർത്തുമല്ലോ. ഓരോ മൊമെന്റ് അനുസരിച്ച് ഓരോ രീതിയിൽ സെയിം ആൻസർ തന്നെ പല രീതിയിൽ പറയും. എങ്ങനെയാണ് ദേവികയ്ക്ക്? ഇല്ല, പറയാനുള്ള നമുക്ക് മാത്യു പറഞ്ഞ പോലെ തന്നെ അത് പറയാനുള്ളൊരു സ്പേസ് എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം ഓബിയസ്ലി നമ്മൾ സുഖമാണെന്ന് പറയുന്നു. അപ്പം ആ ഒരു കാര്യമുണ്ട് ആക്ച്വലി പടത്തില്. ഈ ഒരു ടൈറ്റിൽ വരുമ്പം തന്നെ ആ ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും മീൻ ചെയ്തോണ്ടായിരിക്കില്ല ഒരാൾ ഓക്കെ ആണ് എന്ന് പറയുന്നത്. ചോദിക്കുന്നതിന്റെ ജെന്യൂനിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് തോന്നുന്നു. അറിഞ്ഞാ ചോദിച്ചതാണ് കേട്ടോ. അല്ലാണ്ട് ഇന്റർവ്യൂ ആയോണ്ട് ട്രെയിലർ കണ്ടപ്പോഴേ ഒന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കത് ആ ഒരു മോഡുലേഷൻ ഒക്കെ കേൾക്കുമ്പോ തന്നെ ചിന്തിച്ചു പോകും. ശരിയാണ്, പലപ്പോഴും ജെന്യുവൻ ആയിട്ടായിരിക്കില്ല പലപ്പോഴും എല്ലാവരും ചോദിക്കും. നമ്മൾ ഈ വാട്സാപ്പിൽ കുറെ നാൾ കൂടി ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നും പറയാൻ തോന്നില്ല, സുഖാണെന്ന് മാത്രം പറഞ്ഞു നിർത്തും. ഒരുപാട് നാൾ കൂടി ഒരാളെ കാണുമ്പോഴും ഒക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഓക്കെ, നമുക്ക് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ സിനിമ പ്രേക്ഷകർക്ക് നൽകാൻ പോകുന്നത്? സിനിമ മെയിൻലി ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ, ദീപിക ക്യാരക്ടർ, ജയശേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, തിയോ, ചാരു, ജയശേട്ടൻ ചെയ്യുന്നത് അയ്യപ്പ്. അപ്പൊ ഇവരുടെ മൂന്നുപേരുടെയും ലൈഫും ഇവര് മൂന്നുപേരും എങ്ങനെയാണ് അവരവരുടെ ജേണികളിൽ മീറ്റ് ചെയ്യുന്നതും എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ ഉള്ളതാണ് ജനറലി ഒരിത്. ഇപ്പൊ തിയോന്റെ എന്നെ സംബന്ധിച്ചോളം തിയോ എന്നുള്ളൊരു ക്യാരക്ടറിന്റെ ജേണി ഭയങ്കര രസമാണ്. അപ്പൊ ഇവൻ കുഞ്ഞുനാളെ മുതലേ അവൻ്റെതായിട്ടുള്ള കാരണങ്ങൾ അല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയവന്. അച്ഛനും അമ്മയും പല കാരണങ്ങളാൽ ഇല്ല. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഗ്രാൻഡ് ഫാദറാണ്, പക്ഷെ ഗ്രാൻഡ് ഫാദറും മരിച്ചു പ്രായമായിട്ട്. അപ്പൊ ഇവൻ ഒരു വീട്ടില് ഇവനൊരു ജോലിയുണ്ട്. അപ്പൊ ഇവൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ടായാലും ജോലിയും അപ്പൊ അങ്ങനെ ജോലി ഒരു ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ ഒപ്പം ഇങ്ങനെ അയാളുടെ ഡെയിലി ലൈഫിൽ അയാൾക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ ഒരു ഇതായിട്ട് അങ്ങനെ ഡ്രൈവറും അല്ല, എന്നാലും പറ്റുന്നതൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ളതാണ് ഇവൻ്റെ ഒരു ഇത്. അപ്പൊ ഇവൻ ഇങ്ങനെ അവൻ്റെ എന്താ പറയാ, അവനൊരു ബീച്ചിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റൊക്കെ പോകുമ്പോൾ ഒക്കെ അവൻ കാണുന്ന അവരുടെ ഒരു ഫാമിലി ആയിട്ട് എല്ലാവരുടെ ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യണു. അല്ലെങ്കിൽ എന്തൊരു കപ്പിള് ഭയങ്കരമായിട്ട് അവരുടെ ഒരു മൊമെന്റ് ഇതൊക്കെ കാണുമ്പോൾ ഇവൻ ആലോചിക്കുക, എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു മൊമെന്റുകളില്ല, ഹാപ്പിനെസ് ഇല്ല, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കായി പോയത്, എൻ്റെ ഇതാണോ അല്ലെങ്കിൽ. അപ്പൊ അവൻ അവൻ്റെതായിട്ടുള്ള രീതിയിലൊരു കണക്ഷൻ കണ്ടെത്തുന്നതും അത് കുറച്ച് ഭയങ്കര രസമായിട്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. അവൻ്റെ ഒരു ചെറിയൊരു ഫാൻറ്റസി വേൾഡിൽ അവൻ തന്നെ കുറെ ആൾക്കാരെ അവന് ആവശ്യമുള്ള രീതിയിൽ അവൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും അവന് വേണ്ട വാക്കുകൾ അവരിൽ നിന്ന് കേൾക്കുന്നൊക്കെ രീതിയിലൊക്കെയാണ് അവനതിനെ ഉണ്ടാക്കിയൊക്കെയാണ്. അതിൽ കൂടെ എങ്ങനെ അവൻ റിയൽ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നു, എങ്ങനെ ഐ പിനെ പരിചയപ്പെടുന്നു, എങ്ങനെ ചാരുവിനെ പരിചയപ്പെടുന്നു, ഇവര്
എന്തുമാത്രം ഇമ്പോർട്ടൻസ് അവന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവനൊരു ബിലോങ്ങിങ് തോന്നുവാണ്, എനിക്കും ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ജേണിയാണ്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇമോഷണൽ, പക്ഷെ ഭയങ്കര ലൈറ്റായിട്ടാണ് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര എന്താ പറയുക, അങ്ങനെ ഒരു ആരുമില്ലാത്ത ഒരാളുടെ ഒരു ജേണി, അപ്പോൾ നമുക്കൊരു കണക്ഷൻ തോന്നും അതിനോട്. പിന്നെ നമുക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആണെന്നുള്ളൊരു ഫീലിങ്ങും വരും, കാരണം നമുക്ക് ചുറ്റും ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, എന്നാൽ പോലും ഒട്ടുമിക്ക ആൾക്കാർക്കും ഫാമിലി ഉണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോഴും ഒറ്റപ്പെടൽ മാത്രമല്ല ജീവിതം എന്നുള്ളൊരു സാധനമാണ്. അതെ, യെസ്. ചാരുവിലൂടെ എങ്ങനെയായിരിക്കും കഥ പറയുന്നത്? ചാരുമീ പറഞ്ഞ പോലെ തന്നെ നമ്മള് ചാരുവായി ചെയ്ത കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു കുട്ടിയാണ്. അതിലും ചാരുവും പ്രൈമറിലി നോക്കുന്നത് ആകെ എവിടെയെങ്കിലും ഒന്നും ബിലോങ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ ഫെമിലിയൽ ബിലോങ്ങിങ്, ഫാമിലിയുടെ ഒരു ബിലോങ്ങിങ് ഭയങ്കരമായി ആഗ്രഹിച്ചു വരുന്നൊരു കുട്ടിയാണ് ചാരു. അതിൻ്റെ ഒരു കൺവെൻഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ നമുക്ക്. നമ്മൾ വിചാരിക്കുന്ന ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് റിലേഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അങ്ങനെ ഒരു താല്പര്യത്തോടെ വരുന്ന ചാരുവിനെ എങ്ങനെയാണ് അതിനെക്കാട്ടും ബിയോണ്ട് ആയിട്ട്, അതിനെക്കാട്ടും മീനിങ് ഫുൾ ആയിട്ട് കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതിൽ ആ ഒരു ജേണി എന്താണെന്നുള്ളതാണ് പ്രൈമറിലി. ഇതേപോലെ തന്നെ ബിലോങ് ചെയ്യാന്നുള്ളൊരൊറ്റ ആഗ്രഹം കൊണ്ട് മാത്രം വരുന്നൊരു കുട്ടിയാണ്. എവിടെയെങ്കിലും എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. അതുമാത്രം അതിൻ്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത്, നമുക്ക് നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണെന്ന് ചർച്ച ചെയ്യുന്നൊരു സിനിമയാണ്. ഇപ്പം നിങ്ങൾക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സോടെ ആണെന്ന് തോന്നുന്നു ചെയ്തിരിക്കുന്നത്. ഇല്ല, ഇപ്പം എനിക്ക് അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാനല്ല പറ്റുന്നത്, നമുക്കതിനോട് ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ വിഷമം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ പറഞ്ഞ പോലെ വളരെ ലവിങ് ആയിട്ടുള്ളൊരു ഫാമിലി ജനിച്ചു വളർന്ന ഒരാളാണ്. വളരെയധികം കൂട്ടുകാരികൾ, ഒരു 6-7 കൂട്ടുകാരികളുണ്ട് എനിക്ക്, അങ്ങനെ ഒരാളെന്നുള്ളതല്ല. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരികളാണെങ്കിൽ എനിക്ക് ഒരു 8 പേരുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ. പിന്നെ അല്ലാണ്ട് എനിക്ക് സിനിമയിലുള്ള എൻ്റെ വളരെയധികം ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം തിയോൻ്റെ അവസ്ഥ മനസ്സിലാക്കാം, പക്ഷെ അതിൽ കൂടെ കടന്നു പോയിട്ടില്ല. അങ്ങനെ ദൈവം സഹായിച്ചത് പോണ്ടി വന്നിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഒരു ടീനേജ് കാലത്തിൽ ഇങ്ങനെ തുടങ്ങി. അപ്പൊ നമ്മൾ ആ ക്യാരക്ടേഴ്സായിട്ട് ആ ഒരു മുഖങ്ങൾ മനസ്സിൽ പതിഞ്ഞിട്ട് ഇപ്പോഴും വലുതായി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രേക്ഷകർ ഒരുപാടുണ്ട്. ഇപ്പൊ മാത്യുവിന്റെ ലുക്ക് തന്നെ ഇപ്പം മാറിയിട്ട് ഇങ്ങനെ മീശ മാത്രം വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു ലുക്ക് മാറുന്നു, ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതിനനുസരിച്ച് മാറുമ്പം അത് എപ്പോഴും ഈ ചെറുപ്പം മാത്രമാണ് മനസ്സിലെന്ന് പറയുന്ന പ്രേക്ഷകരുണ്ടല്ലോ, ആ ഒരു ഷിഫ്റ്റിനെ എങ്ങനെയായിരിക്കും കാണുന്നത്? എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എസ്പെഷ്യലി ഞാനിപ്പോൾ ഈ ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമയിൽ ഞാനൊരു കോൺസ്റ്റബിളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോഴായാലും ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഷഹദ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, അപ്പോൾ പ്രകാശൻ ബർക്കട്ടിൻ്റെ ഡയറക്ടറാണ്. പക്ഷെ അതൊക്കെ എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് 22 വയസ്സായിട്ടുള്ളൂ, ഓക്കെ ആയിരിക്കും. അപ്പം എന്നിൽ പുള്ളി ആക്ച്വലി കാണിച്ചു തന്നു. അപ്പോൾ ആക്ച്വലി ഈ ഡ്രൈവേഴ്സ് ആയിട്ടൊക്കെ കയറുന്ന പോലീസിൽ ഡ്രൈവേഴ്സായിട്ട് കയറുന്നവർ ഈ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് 21, 22, 23 വയസ്സൊക്കെ ഉള്ളൂ. +2 കഴിഞ്ഞിട്ട് നമുക്ക് നേരെ PSC എഴുതി അങ്ങനെ എടുക്കാൻ പറ്റുന്നൊരു ഇതാണ്. അതിൻ്റെ ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അത്രയും പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ട്, 22, 23 ഉള്ള ആൾക്കാരുണ്ട്. അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്കതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഓ ശരി, ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു ഓഡിയൻസിൻ്റെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എന്നെ ഞെട്ടിച്ചു. അല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കര അക്സെപ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഈ പൂജയുടെ സമയത്തുള്ള 2-3 വീഡിയോ ഒക്കെ പുറത്തു വന്നപ്പോൾ ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഒരു ഇത് ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ, CP ആയിട്ടാണെങ്കിൽ കറക്റ്റ് ആയിരിക്കുമല്ലോ എന്നൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ആക്ച്വൽ കുറച്ച് പോലീസുകാരുണ്ട്. അപ്പോൾ അതിൽ 2-3 ചേച്ചിമാരുണ്ട് ASI ആയിട്ട്. അവർ ആക്ച്വലി ASIമാരാണ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടേഴ്സാണ്. അപ്പോൾ ഈ 2 സാറുമാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മാത്യു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലീസാന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര ഇതായിരുന്നു, തണ്ണീർമത്തൻ, അയ്യോ കുട്ടി എങ്ങനെ പോലീസൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതിലെ കണ്ടപ്പോൾ കറക്റ്റാട്ടോ, നമ്മുടെ ക്യാമ്പിലുള്ള കറക്റ്റ് പിള്ളേരെ പോലെ തന്നെ, ഈ കറക്റ്റ് ഈ കോൺസ്റ്റബിൾ ആയിട്ടുള്ള പിള്ളേരെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര അപ്പം എനിക്ക് ഭയങ്കര പോലീസുകാർ തന്നെ ഓക്കെ, ഇത് നമ്മളിങ്ങനെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, അപ്രൂവ്ഡ് ആണ്. അതെ അപ്രൂവ്ഡ് ആണ്. ഈ ചെറിയ വേഷങ്ങളിൽ നിന്ന് ഇപ്പൊ നായിക പ്രാധാന്യമുള്ള വേഷങ്ങളിലേക്ക് മാറുമ്പോ എങ്ങനെയാണ്? എനിക്കത് കഴിഞ്ഞ് വന്ന ക്യാരക്ടേഴ്സിലും കുറേയൊക്കെ കുട്ടിത്തുള്ള പോലത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ അത്
ആൾക്കാരൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് ആൾക്കാരുടെ മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ. അവർ കുട്ടിയായി വന്നപ്പോൾ കണ്ട് അത് അവരുടെ മനസ്സിലുള്ള ഒരൊറ്റ റീസൺ കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. കാരണം ഏജ് ഇങ്ങനെ ആയി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ വയസ്സിൻ്റെ അല്ല ആ ഒരു അതുകൊണ്ട് അങ്ങനെ അതൊരു പ്രോബ്ലമാറ്റിക് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ചൊരു അത് ബ്രേക്ക് ചെയ്യാനുള്ള കുറച്ചും കൂടെ റോൾസ് ഒക്കെ ചെയ്താലായിരിക്കും ചിലപ്പോൾ അത് ബ്രേക്ക് ആവാനുള്ളൊരു പോസിബിലിറ്റി വരുള്ളൂ. ഞാൻ പിന്നെ അധികം പടം ചെയ്യാത്തതുകൊണ്ട് അത് അങ്ങനെ ആ ഒരു വിട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പം ഇപ്പൊ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയല്ലേ? പഠിത്തത്തിന്റെ കൂടെ സിനിമ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എൻ്റെ കോളേജ് ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ അവരെനിക്ക് പെർമിഷനൊക്കെ തന്നു വിടും, പോയി പണിയെടുത്തോളൂ എന്ന് പറഞ്ഞ്. അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ലെറ്ററൊക്കെ തന്ന് എനിക്ക് പ്രൊഡക്ഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തരുന്നുണ്ട് ഇപ്പോൾ പെർമിഷൻ. ആ ഒരു പ്രൈമറിലി ആ കാര്യം തന്നെയാണ്. അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ, ആക്ച്വലി പറഞ്ഞ പോലെ സ്കൂളിൽ നിന്ന് തന്നെ അന്ന് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ പ്രകാശം ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ 10th പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു 1.5 മാസം ഉണ്ടാവില്ല, സ്കൂളിൽ നിന്ന് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അവർക്ക് പറയായിരുന്നു ഇല്ല എന്നാൽ പിന്നെ എക്സാമിൻ്റെ അങ്ങനെയൊന്നും അവർ ഒരിക്കലും പറയുകയൊന്നും ചെയ്തില്ല. എൻ്റെ അപ്പത്തെ പ്രിൻസിപ്പൽ സർ ചന്ദ്രൻ സർ അത്രയും സപ്പോർട്ടീവായി എന്നെ ഇപ്പോഴും അമ്മ പറയും, എപ്പം മൂവി ഞാൻ പ്രകാശനൊക്കെ എപ്പം വന്നിട്ടുണ്ടെങ്കിൽ ടി വിയിലൊക്കെ വരുന്നത് കാണുവാണെങ്കിൽ സാർ മെസ്സേജ് അയക്കും, ഇന്ന് ഞാൻ പ്രകാശനുണ്ട് എല്ലാവരും കാണണം. ആ രീതിയിൽ ചന്ദ്രൻ സാർ പേരൻസൊക്കെ ഉള്ള ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇടുമായിരുന്നു. ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായി. സ്കൂളിൽ നിന്നാണെങ്കിൽ ഇപ്പം ആക്ച്വലി ക്രൈസ്റ്റിൽ നിന്നാണെങ്കിലും എൻ്റെ HOD ആദ്യം പത്മകുമാർ സാർ എന്ന് പറഞ്ഞ HOD പോവാൻ വേണ്ടി ക്ലാസ്സൊക്കെ ഒരുപാട് മിസ്സായി. കോളേജിലാകുമ്പോഴും കത്തനാരൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ കോളേജിലായ സമയത്തായിരുന്നു. അപ്പോൾ ഇപ്പോഴും കോളേജിലാണ്. ഇപ്പോഴത്തെ HOD മെൽജു സർ എല്ലാവരും അത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ് ആക്ച്വലി. പലപ്പോഴും പലരും ലാക്ക് ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ടായിരിക്കും അല്ലേ? പലർക്കും സിനിമയിലേക്ക് ഇറങ്ങണം, അതെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. അതെ, ഭയങ്കര ലക്കി ആക്ച്വലി. ഞാൻ വന്നത് തന്നെ ഒരു ടീച്ചർ കാരണം. എൻ്റെ സ്കൂളിലായിരുന്നെങ്കിൽ, ഞാൻ ആ സ്കൂളിലല്ലായിരുന്നു പഠിച്ചതെങ്കിൽ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി എന്നെ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഞാൻ 7th പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച രേണുക മാം എന്ന് പറയുന്ന മാം വഴിയാണ് എനിക്ക് സത്യൻ സാറിൻ്റെ ഞാൻ പ്രകാശം ചെയ്യാൻ പറ്റിയത് തന്നെ ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ സ്കൂളിൽ പോയിണ്ടായി. കുറേ നാളിന് ശേഷമാണ് പോണേ. എല്ലാവരും മാറി, ടീച്ചേഴ്സൊക്കെ കുറേ പേരൊക്കെ പോയി. എന്നാലും ലിറ്ററലി എവറിഥിങ് സ്റ്റാർട്ടഡ് ദെയർ. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവും. അത് ആദ്യത്തെ സിനിമയിലൂടെ ആക്ടേഴ്സിനെ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ രണ്ടുപേരുടെ നോക്കിയാലും തണ്ണീർമത്തനാണെങ്കിലും ഞാൻ പ്രകാശനാണെങ്കിലും കുമ്പളങ്ങി അത് തന്നെ കുമ്പളങ്ങി, അതിനുശേഷം തണ്ണീർമത്തൻ അപ്പൊ അത് നോക്കിയാലും ആ ക്യാരക്ടേഴ്സ് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുക. ആ ക്യാരക്ടേഴ്സ് അങ്ങനെ തന്നെ ഓരോ ഡയലോഗ്സും ഓർമ്മ നിൽക്കുക, ആ ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമാണ്. പലർക്കും കിട്ടാതെ പോകുന്ന ഒന്ന് തന്നെയാണ്. അപ്പം ആ ഒരു സമയത്തെ നിങ്ങൾ രണ്ടുപേരും ചെറിയ പ്രായമായിരുന്നു. അപ്പം ആ ഒരു സമയത്തെ അന്ന് ആ സെറ്റിൽ നിന്ന് കിട്ടിയ കുറച്ച് പാഠങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ച് തന്നെ ആയിരിക്കും ഓരോ ഷൂട്ടിംഗ് സെറ്റിലേക്കും ചെല്ലുന്നതൊക്കെ? ഒരു ലെവലിൽ എന്തായാലും ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ടീനെ ആണെങ്കിലും മകളിൽ അപ്പു ക്യാരക്ടർ ആണെങ്കിലും ഞാൻ ചെയ്തതൊന്നും അങ്ങനെ ലൈക്കബിൾ ക്യാരക്ടേഴ്സ് അല്ല. അങ്ങനെ കുറച്ച് പൊട്ടിത്തെറിച്ച സ്വഭാവമുള്ള പോലത്തെ, അങ്ങനെ ഭയങ്കരമായി നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന പോലത്തെ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് അല്ല. അപ്പം അങ്ങനെ വെച്ചിട്ട് പോലും ആൾക്കാരുടെ മനസ്സിൽ അത്രയും നിൽക്കുന്നുണ്ട്. പിന്നെ ടീനയുടെ എസ്പെഷ്യലി പറയുവാണെങ്കിൽ കുട്ടി ഓൾറെഡി മരിക്കാറായി നിൽക്കുന്ന ഒരു കുട്ടി കൂടെ ആയതുകൊണ്ട് ആ ഒരു എക്സ്ക്യൂസൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ അവിടുന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. മോർ ദൻ എനിത്തിങ് അവർ നമുക്ക് തരുന്നൊരു വോംത, ആ ഒരു ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ അത്രയും നമ്മൾക്ക് ഇഷ്ടത്തോടെ ഒരാൾ സ്വീകരിക്കുമ്പോൾ അതും ആക്ച്വലി അതെപ്പോഴും മനസ്സിൽ നിൽക്കും. പറയുന്ന പോലെ തന്നെ ആ ഒരു ഹൈ എപ്പോഴും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതും അല്ലെങ്കിൽ ഇത്രയും നല്ല ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കും ഈ ഇഷ്ടം അതിനോട് തോന്നിയത്. അല്ലെങ്കിൽ ഇവരുടെ ഒരു വർക്കിംഗ് പ്രോസസ്സൊക്കെ കാണുമ്പോൾ അത് അവർ ഭയങ്കര ജെന്യൂനായിട്ടൊക്കെ ചെയ്യണം എന്നിട്ട് അതിനോടൊരു ഇഷ്ടം തോന്നിയും അത് നമ്മളെ ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഒരു സിനിമയിലായിരുന്നുവെങ്കിൽ തുടങ്ങിയത് ചിലപ്പോൾ എനിക്ക് ഇപ്പം ഇതിനോടുള്ളൊരു ഇഷ്ടം ഉണ്ടാവണം എന്നില്ല. ഫസ്റ്റ് 2 സിനിമകളായാലും ഇപ്പോൾ കുമ്പളങ്ങി ആയാലും തണ്ണീർമത്തനായാലും അത്രയും നല്ല ജെന്യൂനായിട്ട് സിനിമേനെ ഇഷ്ടപ്പെട്ട് സിനിമയ്ക്ക് വേണ്ടി പറ്റുന്ന എല്ലാം ചെയ്യുന്ന 2 ടീമുകളുടെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ ആ ഇഷ്ടം എനിക്കും
എന്നിലും ഉണ്ടായി. അപ്പോൾ എനിക്കും അത് ജെന്യൂനായിട്ട് തന്നെ ചെയ്യണം, പറ്റുന്നത്ര എഫേർട്ട് ഇടണം എന്നൊക്കെ കിട്ടുന്നത് അവരുടെ ഒരു എനർജി പാസ് ഓൺ കിട്ടിയതിൻ്റെയാണ്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും സിനിമയിലായിരുന്നു ഞാൻ തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത്രയും സിനിമ ഇഷ്ടപ്പെടണമെന്നൊന്നും ഉണ്ടാവില്ല. അപ്പം അത് ഭയങ്കര ഒരു അടിപൊളി കാര്യമാണ്. ഇപ്പം ഈ ആ ഒരു ചെറിയ പ്രായത്തിൽ അറിയില്ല സ്ക്രിപ്റ്റുകൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള, ഇപ്പം കുറച്ച് ചൂസി ആവാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? നല്ല സിനിമകളുടെ ഭാഗമാണെന്നാണ് അപ്പോഴും ഇപ്പോഴും ഒക്കെ ശ്രമിക്കുന്നൊരു കാര്യം. പിന്നെ ഈ സമയത്ത് എന്താണ് ആൾക്കാരായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് റെലവെന്റ് എന്നുള്ളൊരു കാര്യം എപ്പോഴും ഒരു ഫാക്ടറായിട്ട് വെക്കാറുണ്ട്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ നായക വേഷങ്ങൾ ചെയ്യാനാണോ നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യാനായിരിക്കും താല്പര്യം? ഞാനങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ലീഡ് റോൾ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അല്ല, ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമയിൽ ലീഡ് റോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ലീഡ് റോൾ ചെയ്യാനാണ് ഈ സിനിമയിൽ. അപ്പോൾ അതും ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നല്ല. ഞാൻ ജനറലി എൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു അപ്രോച്ച്, ഇപ്പോൾ ക്യാരക്ടർ റോൾ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസമുള്ള സീനാണെങ്കിലും ചെയ്യുമ്പോൾ അത് ജെന്യൂനായിട്ട് എന്താണെങ്കിലും അത് പ്രോപ്പറായിട്ട് വ്യക്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്താ പറയുക, അങ്ങനെ ഇപ്പോൾ ഒരു, പിന്നെ ഞാൻ ജനറലി ഇതിനെ കാണുന്ന ഒരു ടീം വർക്കായിട്ടാണ് എപ്പോഴും, അങ്ങനെ കാണാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സായിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഭയങ്കര എന്താ ലീഡ് റോൾ അങ്ങനെ ഒരു ഇതിൽ ഞാനങ്ങനെ ഇത് ചെയ്യാറില്ല. ഇപ്പം കുറച്ച് ദിവസം മുന്നായിരുന്നു കുമ്പളങ്ങിയുടെ 7 years ആയത് തന്നെ. അപ്പൊ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം എന്താണ്, ഇപ്പോഴും ഒരു മാസ്റ്റർ പീസ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു സിനിമയാണ് കുമ്പളങ്ങി. അതിന്റെ സംവിധായകന്റെ അടുത്തൊരു സിനിമ വരാൻ വേണ്ടി ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. 7 വർഷമായിട്ട് ഇപ്പോഴും ഒരു സിനിമ ഉടനെ വരുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പം എന്താണ് തോന്നുന്നത്? എന്താ ഭയങ്കര ഒരു ഭാഗ്യവും ഭയങ്കര ഒരു ബ്ലെസ്സിങ് ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ തുടങ്ങിയത് ആ ഒരു സിനിമയിൽ നിന്ന് ആയത് തന്നെ വലിയൊരു കാര്യമാണ്. അത്രയും നല്ലൊരു ക്രൂവിൻ്റെ ഒപ്പം കാസ്റ്റിൻ്റെ ഒപ്പം ഒക്കെ ഭാഗ്യം, അവരുടെ ഒപ്പം തുടങ്ങാനൊക്കെ പറ്റുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതില്ലെങ്കിൽ ഇന്നിവിടെ ഞാൻ ഇരിക്കുന്നുണ്ടാവില്ലായിരിക്കും. ആ ഒരു ടീമിന്റെ കൂടെ തന്നെ ഇനിയൊരു സിനിമ ചെയ്യണം ഉണ്ടാവട്ടെ, തീർച്ചയായിട്ടും. അതെ. ഓക്കെ, അപ്പൊ ഈ സിനിമയുടെ ഇപ്പം സുഖമാണ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ത്രൂ ഔട്ട് എക്സ്പീരിയൻസ്, ഇപ്പൊ ജഗദീഷ് ചേട്ടനും കുറച്ച് ലീഡ് ആക്ടേഴ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്, അവരുടെ ഒക്കെ ഒപ്പം എങ്ങനെയായിരുന്നു? ഭയങ്കര രസമായിരുന്നു. പറഞ്ഞ പോലെ തിയോയ്ക്കൊരു തിയോയുടെ കൂടെ ഉള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്ഫടികം ജോർജ് സാർ ഉണ്ട്, കനക ചേച്ചി ഉണ്ട്, അഖിലേട്ടൻ, നോബിച്ചേട്ടൻ, നത്ത്, പിന്നെ തബ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട് മുംബൈയിൽ നിന്ന്. എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ 3-4 പേജുള്ള സീൻ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുമ്പോഴേ പെട്ടെന്ന് തീരും. അപ്പം നമ്മൾ ഈ വീട്ടിൽ ഇപ്പം ഞങ്ങളൊക്കെ തറവാട്ടിൽ പോകുമ്പോൾ, അടുത്തടുത്ത ഞങ്ങളുടെ കസിൻസിൻ്റെ ഒക്കെ വീട്, ഇപ്പോൾ തറവാട്ടിൽ പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പം അതുപോലെയൊക്കെ തോന്നിയിരിക്കും. എല്ലാവരും പല പല ഒറ്റ സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് തീർത്തു. അപ്പോൾ അങ്ങനെ ഒരു സീൻ ചെയ്യാന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ കനക ചേച്ചിയൊക്കെ ഭയങ്കര രസമായിരുന്നു. ചേച്ചി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, നോബിച്ചേട്ടനും കനക ചേച്ചി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ അടി ഉണ്ടാക്കും എന്നുവെച്ചാൽ തമാശയ്ക്ക്. അത് ഭയങ്കര രസമാണ് കാണാൻ. ജോർജ് സാർ ഉണ്ടാവും, ഇപ്പോൾ അഖിലേട്ടൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഓൺ ദി അതർ സൈഡ് ജഗദീഷ് ചേട്ടനും ദേവികയുടെ ഒക്കെ ഒപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പം ഞങ്ങൾക്കൊക്കെ എനിക്ക് ദേവിക്കും കുറേ മ്യൂച്വൽ ഇൻട്രസ്റ്റുകളുണ്ട്. ഇപ്പം മ്യൂസിക് ആയാലും സിനിമകളൊക്കെ ആയാലും. അപ്പോൾ അതിനെയൊക്കെ പറ്റി സംസാരിക്കും. അപ്പോൾ ജഗദീഷ് ചേട്ടനും ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും. ഞങ്ങളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് എപ്പോഴും ജഗദീഷ് ചേട്ടൻ. സീനിയർ ആക്ടർ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം? ഡെഫിനറ്റ്ലി ഉണ്ട്. എനിക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജയശേട്ടൻ്റെ ഒപ്പം മണ്ണിൽ കണ്ടിട്ടുണ്ട്, ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുമ്പോൾ എനിക്ക് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ജയശേട്ടൻ ഭയങ്കര വെൽക്കമിങ് ആണ്. ജയശേട്ടൻ എന്താ പറയുക, ഇപ്പം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളത് പറയുന്ന ഉറപ്പ് വരുത്തും. ഇപ്പം ഞാൻ സീനിയർ ആയതുകൊണ്ട് ഞാൻ പറയണ മാത്രം കേൾക്കണം എന്നല്ല, നിനക്കും പറയണം, നീയും പറയാമെന്നല്ല, നീ പറയണം, എന്നിട്ട് നമുക്കത് ഒരുമിച്ച് ചെയ്തു നോക്കാം. അങ്ങനത്തെ ഒരു സ്പേസ് തരുന്നുണ്ട്. അപ്പൊ ഭയങ്കര രസമായിരുന്നു എനിക്ക് ജയശേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ. എങ്ങനെയുണ്ടായിരുന്നു ദേവികയുടെ എക്സ്പീരിയൻസ്? അതേപോലെ തന്നെ നമ്മളിങ്ങനെ സെറ്റിൽ ഫുൾ ഇങ്ങനെ സംസാരിച്ച് പോയൊരു സെറ്റാണ്. എന്തെങ്കിലുമൊക്കെ എല്ലാവരും ഇരുന്ന് സംസാരിച്ച് മിണ്ടി പറഞ്ഞൊക്കെ. അതേപോലെ തന്നെ സാറും ഭയങ്കര എന്റർടൈനിങ് ആണ്. അപ്പോൾ എല്ലാ മൊമെന്റിലും എന്തെങ്കിലും എന്റർടൈനിങ് കാര്യമോ, ഈ പറയുന്ന പോലെ അരുൺ ചേട്ടൻ, ടോബിൻ ചേട്ടൻ, ക്യാമറ ടോബിൻ ചേട്ടനായിരുന്നു. എല്ലാവരും എന്തെങ്കിലും ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഉണ്ടാവും, അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ചിൽ ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ക്രൂ ആയിട്ട് ഒരുപാട് എൻജോയ് ചെയ്തൊരു പടമാണ്. വളരെ ചെറിയ ക്രൂവും കുറച്ച് ദിവസങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ. അപ്പൊ അതുകൊണ്ട് ആ മൊമെന്റ് ഒക്കെ ഭയങ്കര രസമായിട്ട് പോയി. അധികം ആൾക്കാരും വലിയ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്യുന്ന സിനിമയും ഭയങ്കര എന്താ പറയുക, ഒരു സ്ലൈസ് ഓഫ് ലൈഫ് അങ്ങനത്തെ മൊമെന്റുകളൊക്കെ ക്യാപ്ചർ ചെയ്തു തന്ന കാര്യങ്ങൾ. അപ്പൊ ഭയങ്കര ആ ഒരു ക്രൂവിനും ആ ഒരു
എന്താ പറയാ ഒരു മ്യൂച്വൽ ഇതുണ്ടായിരുന്നു. ആ ഒരു എനർജി, അതില് കുറച്ച് മേക്കിംഗ് വീഡിയോ ഉണ്ടായിരുന്നു, അതിൽ ആ ഒരു എനർജി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടായിരുന്നു. ഈ സെറ്റിൽ നിന്ന് പോകുമ്പം വിഷമായി കാണുമല്ലോ. അതെ, തീർച്ചയായിട്ടും. ഉറപ്പായിട്ടും എല്ലാ സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് എന്താകുമ്പോഴത്തേക്ക് എനിക്കിത് തുടങ്ങിയതും തീർന്നതും അറിഞ്ഞില്ല. ആക്ച്വലി ശരിയാ, ഒട്ടും സ്ട്രെസ്ഫുൾ അല്ലായിരുന്നു. അങ്ങനത്തെ സീനുകളൊന്നും ഇല്ല. ഇമോഷണലി നമുക്ക് ചെയ്യാനൊക്കെ ഉള്ള കുറെ സീനുകളുണ്ട്, പക്ഷെ അങ്ങനെ ഭയങ്കര സ്ട്രെസ് എടുത്ത് ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഭയങ്കര സമയമുണ്ട്. അപ്പൊ പെട്ടെന്ന് പോയി. അപ്പൊ ഞാൻ തീർന്നോ, തുടങ്ങിയല്ലേ ഉള്ളൂ നമ്മള്. ഇപ്പൊ ദേവികയുടെ പല ഇന്റർവ്യൂസും കാണുമ്പം നമുക്ക് തന്നെ ഇങ്ങനെ തോന്നും ഒരുപാട് ഇൻട്രസ്റ്റുകളുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയായിട്ട് നമുക്ക് പല ഇന്റർവ്യൂസും കാണുമ്പോൾ തോന്നാറുണ്ട്. ശരിക്കും എന്തിലൊക്കെയാണ് ഇൻട്രസ്റ്റ് സ്പ്രെഡ് ആയി കിടക്കുന്നത്? അങ്ങനെ ഭയങ്കര റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ അങ്ങനെ താല്പര്യമൊന്നുമില്ല. ഈ അറ്റൻഷൻ സ്പാൻ ഒക്കെ കുറവാണ് ആക്ച്വലി. അപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആക്റ്റീവ്ലി കുറച്ച് ശ്രമിക്കും, അത്രേ ഉള്ളൂ. അത് എന്നാലും ഇപ്പോഴും മോശമാണ്. ഞാൻ എന്ത് അഡ്വൈസ് എവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. ഒരുപാട് സിനിമ തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്ടം. സിനിമ കാണാൻ, സിനിമേനെ പറ്റി അറിയാൻ, പിന്നെ ഷോസ് ഒക്കെ കാണാൻ വേണ്ടി. പിന്നെ കുറച്ച് അങ്ങനെ എല്ലാ ഇഷ്ടങ്ങളും ഉണ്ട്. എല്ലാത്തിലും കുറച്ചിഷ്ടം, എല്ലാത്തിനെ പറ്റി കുറച്ച് അറിയാനുള്ള താല്പര്യം, അത്രേ ഉള്ളൂ. അറിയാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? ശ്രമിക്കാൻ പറ്റുന്നത്രയും ശ്രമിക്കും. പിന്നെ കുറേയൊക്കെ ഇൻഫർമേഷനൊക്കെ വരുന്നത് ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം എന്നൊക്കെയാണ്. അതൊക്കെ കുറച്ചും കൂടെ ഫീഡൊക്കെ കുറച്ച് ക്വാളിറ്റി ഉള്ള കോണ്ടന്റ് ഒക്കെ വരാൻ വേണ്ടിയുള്ള രീതിയിലൊക്കെ ക്യൂറേറ്റ് ചെയ്ത് വെക്കും. അപ്പം നമ്മൾ തുറക്കുമ്പോൾ തന്നെ എല്ലപ്പോഴും അങ്ങനെ ആയിരിക്കൂല കേട്ടോ. രാത്രി 1 മണിക്ക് വരുന്ന സാധനമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിരിച്ച് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 12 മണി കഴിഞ്ഞാൽ എന്ത് കണ്ടാലും ചിരി വരുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ആൽഗരിതത്തിന് കറക്റ്റ് അറിയാം ഈ സമയമാകുമ്പോഴത്തേക്ക് ചിരിക്കാനുള്ള സാധനം കൊടുക്കണം എന്നുള്ള. അങ്ങനെ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് ഒന്നിനെ പറ്റി അറിയൂല. പക്ഷെ എല്ലാം കുറച്ച് അറിഞ്ഞിരിക്കാൻ ഇഷ്ടമാണ്. സിനിമ അല്ലാതെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും? ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ സ്ഥലങ്ങളിൽ പോവുക, ആൾക്കാരെ കാണുക, അവിടുത്തെ കോൺവെർസേഷൻസ്, അവിടുന്ന് ആ കൾച്ചറിൻ്റെയും നമ്മൾ കുറേയൊക്കെ പോകുമ്പോഴത്തേക്ക് മനസ്സിലാവും ആൾക്കാരൊക്കെ എത്ര നല്ലതാ, ആൾക്കാരൊക്കെ എത്ര പാവാന്നുള്ള കാര്യം. ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഭയങ്കര ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതും ഒരുപാടൊന്നുമില്ല, പോയ സ്ഥലങ്ങൾ മേ ബി വെൽക്കമിങ് ആയതുകൊണ്ടായിരിക്കും. അതും ആൾക്കാരെത്ര നല്ലതാന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഇടയ്ക്ക് മനസ്സിലാവും. ഇടയ്ക്ക് ഭയങ്കര മോശം എക്സ്പീരിയൻസസ് ഉണ്ടാവാം, പക്ഷെ എന്നാലും എത്ര ഹെൽപ്ഫുൾ ആണ്. എത്രയും എസ്പെഷ്യലി നോർത്തിലേക്കൊക്കെ ട്രാവൽ ചെയ്ത് ഹിമാചൽ സൈഡിൽ ആ സൈഡിലേക്ക് പോകുമ്പോഴാണ് അപ്പോഴത്തേക്കൊക്കെ എന്ത് വോമാണ് ആൾക്കാർ, ഭയങ്കര ഇൻവൈറ്റിംഗ് ആണ്. എല്ലാവരും വീട്ടിലേക്ക് ഒരു ചായ കുടിക്കുക, ആ ഒരു വൈബാണ്. അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അത്. കാരണം ഞാൻ കോഴിക്കോട്ടുനിന്നാണ്. അപ്പം കോഴിക്കോട്ടുകാർ ജനറലി ഭയങ്കര വാം ആൻഡ് വെൽക്കമിങ് ആണ്. അപ്പം അങ്ങനെ അല്ലാത്ത ആൾക്കാരുള്ള സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ചെറുതാകുമ്പോഴേ കാണുന്ന അതാണ്, എല്ലാവരും അത്രയും സ്നേഹത്തോടെ എല്ലാവരുടെ അടുത്തും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് വരുമ്പോൾ, അങ്ങനെ അല്ലാത്ത സ്ഥലത്തെത്തുമ്പോൾ കുറച്ച് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ സ്റ്റക്കാവും, അയ്യോ എന്താന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ തന്നെയുള്ള വേറെ കൾച്ചേഴ്സ് കാണാനും അതൊരു ഭയങ്കര ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. ഇനി എക്സ്പ്ലോർ ചെയ്യണം താല്പര്യമുള്ള ഒരു സ്ഥലം ഏതാണ്? ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ പോകാനും കാണാനും ഒക്കെ ഇഷ്ടമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇന്ന് ഒരു സ്ഥലം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. അങ്ങനെ പറയാൻ തുടങ്ങി ഞാനിങ്ങനെ 1, 2, 3, 4 ഡ്രീം ഡെസ്റ്റിനേഷൻ ഉണ്ടാവില്ലേ? ഒക്കെ ഡ്രീമാണ്, എല്ലാം കാണണ്ടേ. ലോകം ചെറുതല്ലല്ലോ, അതാ എന്തൊരു കമ്പലിങ് തോട്ടാ അത്, എന്തൊരു ഡ്രൈവിങ് തോട്ടാ അത്. എത്ര വലിയ ലോകം, എന്തൊക്കെയാ കാണാൻ കിടക്കുന്നതെന്നുള്ള. അവസാനം എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ തന്നെ അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് കുറെയൊക്കെ ശരിയാവും. അതൊക്കെ നമ്മൾ എത്ര ചെറുതാ, ഇതെത്ര വലുതാ, ഇതൊക്കെ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ള കാര്യം. മാത്യുവിന് സിനിമ അല്ലാതെ ഏറ്റവും എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, ഞങ്ങൾ ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. ഭയങ്കര രസം, കുറേ ചിരിക്കുന്നൊരു മൊമെൻ്റ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ അതൊക്കെ മറന്ന് ഭയങ്കര ആ മൊമെൻറ്റിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അത് ഭയങ്കര ഇഷ്ടം. ജനറലി എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ, എസ്പെഷ്യലി ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. ഈ സെറ്റിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു?
ഞങ്ങള് ഈ സെറ്റിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ഐ മീൻ അറിയാം, പക്ഷെ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കാണാം. പക്ഷെ അങ്ങനെ ഈ പറഞ്ഞ പോലെ കുറെ മ്യൂച്വൽ ഇൻട്രസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ഓക്വേർഡ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സംസാരിക്കാൻ ഒരു ഓക്വേർഡ് സംസാരിച്ചോണ്ടിരിക്കുക അത്രയും ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലൊക്കെ റാൻഡം കാര്യം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പോയിന്റ്ലെസ് കോൺവെർസേഷൻസ് ആണ് എല്ലാ നേരവും. രസമായിരുന്നു. പിന്നെ ഇൻക്ലൂഡിങ് ജയശേട്ടൻ ഉണ്ടാവും, ടോബിൻ ചേട്ടൻ ഇടയ്ക്ക് വരും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലപ്പോ ഭയങ്കര കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പൊ ഈ ഷഹദിന്റെ അടുത്ത സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കല്ലേ, എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നത്. ഷൂട്ട് കഴിഞ്ഞ് നേരെ പ്രൊമോഷനായിട്ട് ഫംബിളാവുന്ന അടിപൊളിയായിട്ട് പോകുന്നു. ഭയങ്കര ഹാപ്പിയാണ്. പാർവതി ചേച്ചിയാണ് ലീഡ് ചെയ്യുന്നത്. സിദ്ധാർത്ഥ് വേദനുണ്ട്, ഉണ്ണിമ ചേച്ചിയുണ്ട്, ഞാൻ തിയേറ്റർ ചെയ്യുന്നുണ്ട്. കുറെ ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. അസീസൊക്കെ ഉണ്ട്, വിനയേട്ടനുണ്ട്, വിജയരാഘവൻ സാറുണ്ട്. അത് ഭയങ്കര അതെ ഭയങ്കര രസമാണ്. ഈ നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടുവന്ന ആൾക്കാർ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കണം എന്ന് എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാകും. അവരുടെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ട് അവരോടൊപ്പം ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഒരു മൊമെന്റ് വന്നെത്തുമ്പം എങ്ങനെ, ഇപ്പൊ വിജയരാഘവൻ സാറിന്റെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ അങ്ങനെ വന്ന് നിൽക്കുമ്പം എങ്ങനെയാണ് ആ മൊമെന്റ് ഫീൽ ചെയ്യുന്നത്? നെയ്മറിൽ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര രസമായിരുന്നു. പക്ഷെ കുട്ടൻ അങ്ങനെ കുറെ ദിവസം ഉണ്ടായിരുന്നില്ല. ഇതിൽ കുറച്ചും കൂടെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു സീനുകളുണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം കുട്ടേട്ടൻ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നമ്മളൊരു റിഹേഴ്സൽ പോലെ നോക്കുക. ഞങ്ങൾ രണ്ടുപേരുള്ളൊരു സീൻ. അപ്പൊ ഞങ്ങൾ റിഹേഴ്സൽ നോക്കുമ്പോൾ കുട്ടേട്ടൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ചിരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ നടക്കുന്നതെന്നുള്ള രീതിയിൽ നോക്കിയിരുന്നു. ഞാൻ പെട്ടെന്ന് ചിരിച്ചു. എനിക്ക് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചിരിക്കും. അപ്പൊ കുട്ടേട്ടൻ ചിരിക്കലടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ മൊമെന്റുകളൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ എനിക്ക് തോന്നണേ ഇപ്പൊ അത്രയും നല്ല ആക്ടേഴ്സിന്റെ ഒപ്പം നമ്മള് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ബെറ്റർ ആവും. അപ്പൊ നമ്മൾ ചിലപ്പോ ഒന്നും ചെയ്യണം എന്നില്ല. അവരുടെ ആ ഒരു എനർജി കിട്ടുമ്പോഴേ ഭയങ്കര രസം. പിന്നെ അവരുടെ ഒരു പ്രസൻസിൽ ഇരിക്കുക, അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. അഡ്വൈസുകളൊക്കെ എടുക്കാറുണ്ടോ അവരുടെ അടുത്ത്? ഉറപ്പായിട്ടും ഇങ്ങനെ കുട്ടേട്ടൻ്റെ അടുത്ത് കുറെ ഇങ്ങനെ ചോദിക്കും. കുട്ടേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞൊക്കെ തരാൻ. ഇങ്ങനെ എല്ലാവരും ചിലപ്പോൾ പറഞ്ഞു തരണം എന്നില്ല. കുട്ടേട്ടൻ എല്ലാം ഇങ്ങനെ ഇത് ശ്രദ്ധിക്കണം, അത് നോക്കണം. അപ്പോൾ ഭയങ്കര, എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് പോവാ മാത്രമല്ല, അത് ഇങ്ങനെ എന്തൊക്കെ ചെയ്യണം. ഭയങ്കര രസമാണ് കുട്ടേട്ടൻ്റെ ഒപ്പം ടൈം സ്പെൻഡ്. അപ്പം ഞങ്ങളെപ്പോഴും എല്ലാവരും ഉണ്ടാവും. അടുത്ത ഷോട്ടിനൊക്കെ റെഡി ആവുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ കസേരയിട്ട് ഇങ്ങനെ ഇരിക്കും. കുട്ടേട്ടൻ ഇങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്ന കുട്ടേട്ടൻ കേൾക്കും. ഭയങ്കര അടിപൊളിയാണ്. സെറ്റ് ആയിരിക്കും എപ്പോഴും. അതെ. ഇപ്പൊ ദേവികയുടെ ആണെങ്കിലും നോക്കിയാൽ ഫഹദിന്റെ കൂടെ ആദ്യം അഭിനയിച്ചു. അതും അത്തരത്തിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ചെയ്യാനായിട്ട് പറ്റി. ജയറാമേട്ടൻ്റെ മകളായിട്ടൊക്കെ വന്നു. അപ്പൊ അവരെയൊക്കെ ആണെങ്കിലും ജയറാമേട്ടനെയൊക്കെ വളരെ ചെറിയ പ്രായം മുതലേ സ്ക്രീനിൽ കാണുന്നു. അത്രയും വലിയൊരു ആക്ടറിന്റെ കൂടെ ഒക്കെ ഷെയർ ചെയ്യാനായിട്ടൊക്കെ പറ്റിയല്ലോ. ആ മൊമെന്റ് എങ്ങനെ ഫീൽ ചെയ്തിരുന്നു? ഭയങ്കര സർറിയലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. കാരണം ജയറാം സർ, ഇന്നസെന്റ് അങ്കിൾ, ലളിത ആൻറ്റി, ശ്രീനിവാസൻ സർ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് അത്രയും വലിയ ഭാഗ്യം. ഇനി എന്താ വർക്ക് ചെയ്യാനുള്ള ഇത് പൊട്ടൻഷ്യൽ വെച്ചിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ വേറെ എന്താ വരാനുള്ളത്. കാരണം അത്രയും നമ്മൾ എസ്പെഷ്യലി ഇന്നസെന്റ് അങ്കിളും ലളിത ആൻറ്റി എന്നൊക്കെ പറയുന്നത്, ശ്രീനിവാസൻ സാർ മാസ്റ്റർ ക്ലാസ്സസ് ആണ് ഓൺ എവ്രിതിങ്. ഇപ്പം ശ്രീനിവാസൻ സാർ ഹാസ് ഡിഫൈൻഡ് മലയാളം സിനിമയുടെ ഒരു ക്വാളിറ്റി ഡിഫൈൻ ചെയ്തത്. ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സിനിമകളിൽ ഭയങ്കര എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിട്ട് റൈറ്റിങ്ങും ഡയറക്ഷനും ഒക്കെ ഉള്ളൊരു ആ ഒരു എറ തന്നെ ഗോൾഡൻ ആക്കിയതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരാളാണല്ലോ ശ്രീനിവാസൻ സാർ എന്ന് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഇന്നസെൻ്റ് അങ്കിളിൻ്റെ കൂടെയും ലളിത ആൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. അതും പറയുന്ന പോലെ തന്നെ ഇവരൊന്നും ആക്ച്വലി ട്രൈ ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല. എന്തെങ്കിലും നന്നാക്കണം, അവർ ചുമ്മാ വന്നിരുന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളിയാവുന്നുള്ളൊരു കാര്യം. പക്ഷെ ബിയോണ്ട് ദാറ്റ് അവർ എത്ര വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നസെൻ്റ് അങ്കിളാണെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇത് ഇട്ടാൽ കുറച്ചും കൂടെ നന്നാവൂലേ. ലളിത ആൻറ്റി ആണെങ്കിൽ നമ്മൾ ഇരുന്ന് സീനൊക്കെ വായിച്ചു നോക്കുമായിരുന്നു ഷൂട്ടിന് മുന്നേ. ആ ഏജിലും ആ കൺവിക്ഷൻ, നന്നാക്കണം എന്നുള്ളൊരു കാര്യമില്ലേ, അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഇവർ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് എന്താ ഏറ്റവും വലിയ ഭാഗ്യം. അത് നമ്മൾ അത്രയും
അഡ്മയർ ചെയ്യുന്ന ആൾക്കാർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതാണല്ലോ ഒരു നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം. അതുപോലെ തന്നെ ഷാനുഖ, ഫഹദ് ഫാസിലാണെങ്കിൽ സെയിം കാര്യം തന്നെ. ഭയങ്കര എങ്ങനെ എനിക്കിത് പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഇത് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളൊരു കാര്യം തന്നെ ഇത്രയും ആഗ്രഹിച്ച് തന്നെ കിട്ടിയതാ. പക്ഷെ അതിനു വേണ്ടി, സിനിമയ്ക്ക് വേണ്ടി ഞാനായിട്ട് ചെയ്തതുകൊണ്ടല്ല, ജീവിതത്തിൽ എങ്ങനെയെങ്കിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി അഭിനയിക്കാനുണ്ടെങ്കിൽ ചെയ്യാന്നല്ലാതെ സിനിമയിലെത്താൻ. കാരണം എൻ്റെ ഫാമിലിയിൽ ആരും അങ്ങനെ കോണ്ടാക്ട്സ് ഒന്നുമില്ല, കണക്ഷൻസ് ആരും ഇല്ല. അങ്ങനെ ഇന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് കയ്യിലുണ്ടെന്ന് അല്ലെങ്കിൽ കൈ കിട്ടിയെന്ന് പറയുന്ന കാര്യം തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പോഴും. സത്യം പറഞ്ഞാൽ ഇപ്പോഴും പ്രോസസ്സിങ്ങിലാണ്. ഇല്ല, ഇപ്പോഴും അത് പ്രോസസ്സ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. അതെങ്ങനെയാ ഫുള്ളായിട്ട് അതെങ്ങനെയാ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നോ പ്രോസസ്സ് ചെയ്യേണ്ടതെന്നോ അറിഞ്ഞൂടാ. ഇപ്പോഴും ഭയങ്കര ഭാഗ്യം മാത്രം, ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യത്തിനോടും. ഇത് ചെയ്യാൻ പറ്റുന്നതിൽ ഇത്രയും സന്തോഷം മാത്രമേ ഉള്ളൂ. എത്ര ചെയ്യാൻ പറ്റുന്ന അത്രയും സന്തോഷം. ഇതിനോടുള്ള ഒരു ക്രേവിങ്സ് ഒരിക്കലും തീരെയില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അത് മമ്മൂക്കി പറഞ്ഞിട്ടില്ലേ, അത് എത്ര കിട്ടിയാലും മതിയാവില്ല. ഒരു ഗ്രീഡാണ് ആക്ച്വലി സിനിമ എന്ന് പറയുമ്പോൾ. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഒരു ഒബ്സസീവ് ഇൻട്രസ്റ്റ് വരും നമുക്ക്. അത് ഉണ്ടാവുമായിരിക്കും അങ്ങനെ തന്നെ. അതൊരിക്കലും പോകുമെന്ന് തോന്നണില്ല. പിന്നെ വിജയ് സാറിന്റെ കൂടെ അഭിനയിച്ചിട്ട് ഞാൻ ഭയങ്കര വിജയ് ഫാനാണ്. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച ഒരാളെ കാണാന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര സംഭവമാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമ ഇപ്പൊ കുറച്ച് പ്രശ്നത്തിലാണ്. സ്റ്റിൽ ലാസ്റ്റ് മൂവി ഇപ്പം വരും. ലാസ്റ്റ് മൂവി എന്നുള്ള രീതിയിൽ എങ്ങനെയായിരിക്കും, ഒരു ഫാനാണ്, കൂടെ അഭിനയിക്കാനായിട്ട് പറ്റി, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് മൂവി എന്ന് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഭയങ്കര വിഷമമുണ്ട്. FDFS ഒക്കെ ഉറപ്പായിട്ടും. അതെ, അത് പോകാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട്. ഇപ്പൊ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ചിരിക്കായിരുന്നു ഇങ്ങനെ. ആ ഒരു ഫസ്റ്റ് സിംഗിൾ, ഫസ്റ്റ് ലുക്ക്, അതൊക്കെ മിസ് ചെയ്യും. ആ ഒരു സാറിന്റെ പടം ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്നൊരു, അതിൻ്റെ ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഇതും പടം ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ളൊരു സെലിബ്രേഷനൊക്കെ ഭയങ്കര രസമാണ്. എന്താ പറയുക, ഓഡിയോ ലോഞ്ചുകളായാലും. ഞാൻ പറഞ്ഞ ഞാൻ പാട്ടായത് പോലും അല്ല ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ വിജയ് ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കര വലിയൊരു കാര്യത്തിന് വേണ്ടി സാറിൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ പുള്ളി അത് വേണ്ട, എൻ്റെ കൂടെ നിന്നവരുടെ കൂടെ ഞാൻ നിൽക്കാൻ ഇനി മുതൽ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഭാഗമാവാൻ, അത് മോനായിട്ട് തന്നെ അഭിനയിക്കാനൊക്കെ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം. ഭയങ്കര അടിപൊളിയായിരുന്നു. എപ്പോഴും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളൊരു മെമ്മറീസ് ആണ്. കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഞാൻ അങ്ങനെ പൊതുവെ ആൾക്കാരെ ശല്യം ചെയ്യാറില്ല. അല്ല, അത് ഞാനങ്ങനെ ചുമ്മാ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ ആൾക്കാരുടെ അടുത്ത് ചുമ്മാ ഇടയ്ക്ക് എന്തൊക്കെയുണ്ട് ഓക്കെ, അവർക്ക് അവരുടേതായ തിരക്കുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഷൂട്ടിലുണ്ടായ അത്രയും മൊമെന്റുകൾ എനിക്കിപ്പോൾ പോയി സംസാരിക്കാനൊക്കെ പേടിയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു 2 ദിവസം കഴിയുമ്പോൾ സാറ് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുക. എന്നെ സംബന്ധിച്ചുള്ള അതൊക്കെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട്. വിജയ് സാറായിട്ടുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ എനിക്കിപ്പോഴും ഭയങ്കര ഒരു സ്റ്റാർ സ്ട്രക്ക് മൂമെന്റ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നൊരു 3rd ഡേ ഒക്കെ സാർ, എനിക്ക് തോന്നുന്നു സാർ അപ്പം തന്നെ ഭയങ്കര, എനിക്ക് ഫസ്റ്റ് 2 ഡേയ്സിനുള്ളിൽ സാർ കംഫർട്ടബിൾ ആയി. ഭയങ്കര സാറിൻ്റെ അടുത്ത് തമാശയൊക്കെ പറഞ്ഞ് ഷോർട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ചിരിക്കും ഞങ്ങൾ. അപ്പം എനിക്ക് അതൊക്കെ അങ്ങനെയൊക്കെ പതുക്കെ ഞാനൊന്ന് ഇതാവുന്നത്. പിന്നെ സാർ ഇങ്ങനെ ഷൂട്ടില്ലാത്തപ്പോൾ ഒക്കെ ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു, എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന്. അപ്പം അങ്ങനെ പതുക്കെ എനിക്ക് ഞാനൊന്ന് ഓക്കെ ശരി. അതെ. പക്ഷെ സാറ് പറഞ്ഞ പോലെ തുടക്കം പോലെ ഭയങ്കര വെൽക്കമിങ് ആണ്. പക്ഷെ ജനറലി എല്ലാം അറിയാം. അപ്പോൾ എൻ്റെ ആ സമയത്ത് ഇറങ്ങാനുണ്ടായിരുന്ന പടങ്ങളെ പറ്റി ചോദിക്കുകയും അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കൺസേണും ഒരു കെയറൊക്കെ ഉണ്ട്. ഇനി വരാൻ പോകുന്ന സിനിമകള് ഉടുമ്പൻചോല വേഷം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഈ പറഞ്ഞ പോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിയാറായി. ഭയങ്കര രസമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. കുറച്ച് ഒരു എന്താ പറയുക, ന്യൂസ് ചാനൽസിൻ്റെ ഒരു പരിപാടിയാണ്. പക്ഷെ കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഷാദിൻ്റെ പടം ഷൂട്ട് നടക്കുന്നു. ദേവികയുടെ ഇനി വർക്ക്സ് ഇനി കത്തനാർ വരാനുണ്ട്. പിന്നെ ഒറ്റക്കൊമ്പൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കത്തനാർ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പടം കാണാൻ വേണ്ടി ഇത്രയും എക്സൈറ്റ്മെന്റിൽ വെയിറ്റ് ചെയ്ത് വേറൊരു പടമില്ല. ആക്ച്വലി ആ ഗ്ലിംസ് കണ്ടപ്പോൾ മുതൽ എന്താണ് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിൽ, അത് കഴിഞ്ഞിട്ടാണ് റോജൻ ചേട്ടൻ വിളിച്ച് ചെയ്യാനൊരു ക്യാരക്ടർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായതും. അത് കത്തനാരാണ് മോസ്റ്റ് വെയിറ്റിംഗ്. ഞാനും
അതെ, ഞാൻ റോജിന്റെ അടുത്ത് പറയും, റോജിന്റെ ഞാൻ എല്ലാ ദിവസവും ഒരിക്കലെങ്കിലും ആലോചിക്കും കത്തനാറിനെ പറ്റി എപ്പോഴാ എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ സിനിമ ഇപ്പം വാലന്റൈൻ റിലീസായിട്ട് തന്നെ വരികയാണ്. അപ്പം നല്ലൊരു കറക്റ്റ് തീമിലാണ്. ശരിയല്ല, ഞാനത് ഓർത്തില്ലായിരുന്നു. ശരിയാ. അപ്പോ എന്താണ് വാലന്റൈൻസ് ഡേക്ക് തന്നെ ഒരു സിനിമ വരുന്നു, പ്രേക്ഷകരോട് എന്ത് പറയും? ഇത് മറ്റേ എന്താ പറയാ, അങ്ങനെ എല്ലാ തരം ലവ് ഉള്ളൊരു സിനിമയാണ്. ലവിനേക്കാളും കൂടുതൽ ലവ് തരുന്ന അഫെക്ഷനും അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നൊരു സിനിമയാണ്. എവിടെയെങ്കിലും നിങ്ങളെ ടച്ച് എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ സിനിമ ഹിറ്റാവുകയും അതെല്ലാം അല്ലാണ്ട് എനിക്ക് ഈ ക്യാരക്ടേഴ്സൊക്കെ എവിടെയെങ്കിലും നിങ്ങളെ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെ ഭയങ്കര രസമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഹ്യൂമൻ കണക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും അതൊക്കെ ഉള്ളതൊക്കെ ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. നമുക്കൊരു റിയലൈസേഷൻ വരിക എന്നൊക്കെ ഉള്ളതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഈ സിനിമ ഭയങ്കര ഒരു സക്സസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറയുന്നു പ്രേക്ഷകരോട്. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ളതും, അതിപ്പോൾ ഫെമിലിയൽ ആയിരിക്കട്ടെ, പ്ലട്ടോണിക് ആയിരിക്കട്ടെ, റൊമാൻറ്റിക് ആയിരിക്കട്ടെ, എന്ത് രീതിയിലുള്ള കണക്ഷൻസും ലവിനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ദിവസമാണല്ലോ. അപ്പോൾ അങ്ങനൊരു ദിവസത്തിൽ അതില്ലാത്തവരുടെ വിഷമം എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന പോലത്തെ ഒരു സിനിമയായിരിക്കും. ആൻഡ് അത് അവർ എങ്ങനെ അത് നാവിഗേറ്റ് ചെയ്യുന്നു, അതിലൂടെ അവരെന്തൊക്കെ ചെയ്യുന്നു, അതൊന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ എക്സ്ട്രീംസ് എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാവും. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാവർക്കും എവിടെയെങ്കിലും ഒന്ന് ബിലോങ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഈ 3 ക്യാരക്ടേഴ്സിൻ്റെയും ജേർണി എന്താണെന്നുള്ളതും, പിന്നെ എല്ലാ തരത്തിലുള്ള ലവും സെലിബ്രേറ്റ് ചെയ്യപ്പെടട്ടെ എന്നുള്ളൊരു ദിവസത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പടം കൊണ്ടുവരാൻ പറ്റുന്നതും ഒരു ഭാഗ്യം. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്നാണ് ആകെ പറയാനുള്ളത്. ഇൻ ദ കോർ ഹ്യൂമൻ കണക്ഷനെ പറ്റി സംസാരിക്കുന്ന ഒരു പടമാണ്. ആൻഡ് അത് എടുത്തിരിക്കുന്നത് ഒരു ഭയങ്കര ഫണ്ണായിട്ടുള്ള, കുറച്ച് അൺകൺവെൻഷണൽ ആയിട്ടുള്ള, കുറച്ചൊരു പുതിയ രീതിയിലാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്തായാലും കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കൂടി കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും വാലന്റൈൻസ് ഡേക്ക് എനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടും എന്തായാലും തിയേറ്ററിൽ ഉണ്ടാവും. അപ്പൊ എന്തായാലും സിനിമ വലിയൊരു വിജയം തന്നെ ആവട്ടെ. ഇനി വരുന്ന പ്രോജക്ട്സും അതുപോലെ തന്നെ അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.